ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് 1995 തേവരയിൽ വെച്ച് വിറ്റുപേർ നടത്തിയ ബൈബിൾ ക്ലാസ്സിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ്. നമ്മൾ പല ഭാഗങ്ങളായിട്ട് ശ്രവിച്ചു വരികയായിരുന്നു. നമുക്കറിയാം ഈശോ സ്നേഹിക്കുന്നത് ആരെയാണ്, ഈശോ വന്ന് വാസമർപ്പിക്കുന്നത് ആരിലാണ്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 15-ാം തിരുവചനത്തിലും യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 21-ാം തിരുവചനത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. 21-ാം തിരുവചനത്തിൽ പറയാണ്, എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും, ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. 23-ാം തിരുവചനത്തിൽ പറയുന്നു, യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവം സ്നേഹിക്കുന്നത് എങ്ങനെയുള്ളവരെയാണ്? തൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരെ, തന്നോട് ചേർന്നിരിക്കുന്നവരെയാണ് കർത്താവ് സ്നേഹിക്കുന്നത്. നമ്മൾ ഓരോ വചനങ്ങളും പാലിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം വന്ന് നമ്മളെ വലയം ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ സൃഷ്ടികളിൽ അവിടത്തേക്ക് ഏറ്റവും പ്രിയങ്കരമായത് മനുഷ്യവർഗമാണ്. കാരണം ദൈവത്തിൻ്റെ നിശ്വാസം മനുഷ്യൻ്റെ മേൽ അയച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ദൈവപുത്രൻ്റെ പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും ദൈവം നമ്മെ ഓരോരുത്തരെയും സാത്താൻ്റെ പിടിയിൽ നിന്ന് സ്വന്തമാക്കിയതാണ്. അപ്പോൾ ഈ മനുഷ്യവർഗത്തെ ദൈവം ഒത്തിരിയേറെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭാഷൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ 19 മുതലുള്ള തിരുവചനത്തിൽ അപ്പം ഇതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്, ബഹുമാന്യൻ. ആരാണ് ബഹുമാന്യൻ എന്ന് പറയുകയാണ്. ഏത് വർഗമാണ് ബഹുമാനാർഹം? മനുഷ്യവർഗം. ഏത് മനുഷ്യൻ കർത്താവിനോട് ഭക്തിയുള്ളവൻ? ഏത് വർഗമാണ് ബഹുമാനം അർഹിക്കാത്തത്? മനുഷ്യവർഗം തന്നെ. ഏത് മനുഷ്യൻ കർത്തൃകൽപ്പന ലംഘിക്കുന്നവൻ? ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്നവൻ ബഹുമാന അർഹനല്ല എന്ന് പറയാണ്. ദൈവവും മനുഷ്യനും ഏറ്റവും ബഹുമാനിക്കുന്ന ആരെയാണ്? കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നവനെ. അവിടെ എപ്പോഴും ഒരു നീതിയുണ്ട്, സത്യമുണ്ട്, ദൈവിക ആത്മാവുണ്ട്, ദൈവിക ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ആ നീതി പാലിക്കുമ്പോൾ, ഈശോയെ അനുസരിക്കുമ്പോൾ അവിടെ നന്മകളാൽ നിറയപ്പെടുകയാണ്. കർത്തൃകൽപ്പന നമ്മൾ അനുസരിക്കുമ്പോൾ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ജനമായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മളും കർത്താവിൻ്റെ ശ്രേഷ്ഠ ജനതയായി മാറണം. നമ്മൾ ഈ ബഹുമാന്യൻ ശ്രേഷ്ഠ ജനതാ പദവി സ്വീകരിക്കുന്നത് കർത്താവ് നമ്മോട് കൂടെ ഉള്ളപ്പോഴാണ്. ആമോസിൻ്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഭൂമിയിലുള്ള സകല ജനതകളിൽ വെച്ച് നിങ്ങളെ മാത്രമാണ് ഞാൻ സ്വന്തമായി ഗണിച്ചത്, അതിനാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. ഇതിൽ പറയാണ്, ഭൂമിയിലുള്ള സകല ജനതകളിലും വെച്ച് നിങ്ങളെ മാത്രമാണ് ഞാൻ സ്വന്തമായി ഗണിച്ചത്, അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും നിങ്ങളെ ഞാൻ ശിക്ഷിക്കും. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ശിക്ഷകൾ, പീഡകൾ, സഹനങ്ങൾ, കഷ്ടതകൾ ഒക്കെ വരുന്ന എന്തിനാണ്? ദൈവം സ്നേഹിക്കുന്നവനെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. അതിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിൻ്റെ സ്വന്തം ജനമായി മാറുകയാണ്. അപ്പോൾ നമ്മളും ഈ നിർമ്മല ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിട്ട് നമുക്ക് മാറണം. അതാണ് പ്രഭാഷൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വരുന്ന ദുരിതങ്ങൾ എല്ലാം സ്വീകരിക്കുക, ഞെരുങ്ങുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യനായി മനുഷ്യരും. അപ്പോൾ ദൈവത്തിന് സ്വീകാര്യൻ ആണ്. ദൈവം സ്വന്തം ജനമായി കണക്കാക്കുമ്പോഴാണ് നമ്മളെ അവിടുന്ന് ചൂളയിലൂടെ, സഹനത്തിൻ്റെ ചൂളയിലൂടെ കടത്തിക്കൊണ്ട് പോവുക. അപ്പോൾ ഈശോ തരുന്ന ആ അനുഗ്രഹങ്ങൾക്ക് നമ്മളെപ്പോഴും നന്ദി പറയുമ്പോൾ ആ തിന്മയെ നമുക്ക് നന്മ കൊണ്ട് ജയിക്കാൻ സാധിക്കും. ഇതിൽ പറയുന്നുണ്ട്, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യനായ മനുഷ്യനും.
ശുദ്ധി ചെയ്യപ്പെടുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനമായി വിശുദ്ധീകരിക്കപ്പെട്ട് വരുന്നതിന് വേണ്ടിയാണ് അവിടെ നമ്മളെ ശുദ്ധീകരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നു. അപ്പോൾ നമുക്ക് വിറ്റുബാൻ്റെ ക്ലാസ്സുകൾ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടു, വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. കർത്തൃസന്നിധിയിൽ എത്തുന്നത് വരെ അവൻ സ്വസ്ഥനായിരിക്കുകയില്ല. വിനീതരാകുമ്പോഴാണ് നമ്മുടെ ശുദ്ധീകരണ സമയങ്ങളിൽ നമ്മളെ അവിടുന്ന് സ്വന്തം ജനമായി കണക്കാക്കുമ്പോൾ അവ നമുക്ക് സ്നേഹപൂർവ്വം, സന്തോഷപൂർവ്വം, സമാധാനപൂർവ്വം സ്വീകരിക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ നമുക്കെപ്പോഴും പരാതികളുണ്ടാകും, നമ്മളെപ്പോഴും അസ്വസ്ഥരായിരിക്കും. ഈശോയുടെ നാമത്തിനു വേണ്ടി പീഡനങ്ങൾ സഹിക്കുമ്പോൾ, നമ്മൾ ആത്മാവിൽ ആഹ്ലാദിച്ച് ആനന്ദിക്കുമ്പോൾ അവിടുത്തെ പ്രവാചകന്മാരായി നമ്മളെ ദൈവം മാറ്റുകയാണ്. അവിടുത്തെ നാമത്തിൻ്റെ വക്താക്കളായി ദൈവം നമ്മളെ മാറ്റുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10 തൊട്ട് 12 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും വ്യാജമായിട്ട് നിങ്ങൾക്കെതിരെ പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. സകലമാന തിന്മകളും വ്യാജമായി പറയുമ്പോൾ നമ്മൾ ആത്മാവിൽ സന്തോഷിക്കുമ്പോൾ അവിടെയാണ് ഈശോയുടെ അനുഗ്രഹം നമ്മൾക്ക് വരിക. അവിടെയാണ് ആ പ്രവാചക ദൗത്യം ദൈവം നമ്മളെ ഏൽപ്പിക്കുക. അവിടെയാണ് അവിടെ നമ്മളെ വിശ്വസ്തരായിട്ട് കണക്കാക്കുക. അപ്പോൾ നമ്മൾ ഈ വചനങ്ങൾ കേട്ടു. എളിയവൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. അതിന് മുമ്പുള്ള പ്രാവശ്യം നമ്മൾ കേട്ടു സാത്താൻ്റെ ഡെഫിനിഷൻ എന്താണ്. വീണ്ടും വിറ്റുബർ ഇവിടെ ആവർത്തിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 13:10 സാത്താൻ്റെ സന്താനമേ, സകല നീതിക്കും എതിരായവനെ, ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ, ദൈവത്തിൻ്റെ നേർവഴികൾ ദുഷിപ്പിക്കുന്നതിൽ നിന്ന് നീ വിരമിക്കയില്ലേ? പിശാച് ദൈവത്തിൻ്റെ സകല നേർവഴികളും ദുഷിപ്പിക്കും. പിശാചിനെ അറിയണമെങ്കിൽ കൃപ വേണം, അല്ലെങ്കിൽ പിശാച് ഇല്ല എന്ന് സകലരും വിളിച്ചു പറയും. പിശാചില്ല എന്ന് വിളിച്ചു പറയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും പിശാചിനെ എല്ലാവർക്കും ഭയമാണ് എന്ന്. അതുതന്നെ അവരുടെ വലിയ കപടതയാണ്. യേശുവിനെ പറയാതിരിക്കുവാനുള്ള അവരുടെ ഒരു വഴിയാണത്. വചനം ആർക്കും വളച്ചൊടിക്കുവാൻ സാധിക്കുകയില്ല. 2 പത്രോസ് 1:20-21. പലരും വചനം വളച്ചൊടിച്ച് പറയുന്നത് കൊണ്ടാണ് മാനസാന്തരം ലഭിക്കാത്തത്. ഈശോയെ അതേപടി നമ്മൾ സ്വീകരിക്കണം. പാപബോധവും പശ്ചാത്താപവും നമ്മളിൽ വരണം. അപ്പോസ്തല പ്രവർത്തനം 2:37-40 വരെ. യഹൂദർ പത്രോസിനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുക, അനുതപിക്കുക. കർത്താവിനാവശ്യം നമ്മുടെ പൂർണ്ണ ഹൃദയമാണ്. ജോയൽ 2:12-13. വിഭജിച്ച ഹൃദയം, പകുതി ഹൃദയം കർത്താവിന് ആവശ്യമില്ല. പൂർണ്ണ ഹൃദയം കർത്താവിന് കൊടുക്കണം. സംശയിച്ച് നിൽക്കരുത്. ചിലർ പറയും നമുക്ക് വിശ്വാസം വേണ്ട, പ്രവൃത്തി മതിയെന്ന്. അത് കപടതയാണ്. റോമ 11:1-10 വരെ. പ്രവർത്തിച്ച് നടക്കുന്നവരുടെ ആത്മാവ് നിദ്രാലസമായ ആത്മാവായിരിക്കും. ആദ്യം നമുക്ക് വിശ്വാസമാണ് വരേണ്ടത്. വിശ്വാസം വരുമ്പോഴാണ് ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുന്നത്. യോഹന്നാൻ 1:12-13, റോമ 9:30-33 വരെയുള്ള തിരുവചനങ്ങൾ. വിശ്വാസത്തിൽ കൂടിയാണ് നാം നീതീകരിക്കപ്പെടുന്നത്. ഏറ്റവും പ്രധാനം വിശ്വാസമാണ്. അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും എല്ലാവരും വിശ്വാസത്തിൽ കൂടിയാണ് വന്നത്. വചനം കേൾക്കുമ്പോഴാണ് യേശുവിലുള്ള വിശ്വാസം വരുന്നത്. എല്ലാ വിശുദ്ധരും വചനം കേട്ടാണ് ഈശോയിലേക്ക് വന്നത്. ഏറ്റവും കൂടുതൽ വചനം ഉണ്ടായിരുന്നത് വിശുദ്ധ അന്തോനീസിലായിരുന്നു. കൂടുതൽ വചനം വരുമ്പോൾ നിങ്ങളും ആത്മീയ ശക്തരായി മാറും. 2 തിമോത്തി 1:7. വചനം വരുമ്പോൾ ആത്മാവിൽ ശക്തി വരുന്നു. ഭീരുത്വം വരുന്നത് ആത്മാവിന് ശക്തിയില്ലാത്തതുകൊണ്ടാണ്. ഈശോ ഇല്ലെങ്കിൽ ജീവനില്ലാത്ത അവസ്ഥയായിരിക്കും. 1 യോഹന്നാൻ 5:12. പാപത്തിൽ നിന്ന് നാം വിട്ടുപോന്ന ശേഷം പ്രാർത്ഥിക്കണം. യോഹന്നാൻ 9:31. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. യെശയ്യാ 59:1-8 വരെ. യെശയ്യാ 1:22-25 വരെയുള്ള വചനത്തിലും നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കണം. കറയും കളങ്കവും ഇല്ലാതാക്കി ദൈവം നമ്മെ തീർക്കും. ഭോഗാസക്തി കൂടി ദൈവം എടുത്തു മാറ്റും. എസെക്കിയേൽ 24:9-14 വരെ. വചനം കൊണ്ടാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. യോഹന്നാൻ
3:3-5 ഇതാണ് വീണ്ടും ജനനം. അതിനുവേണ്ടിയാണ് കുമ്പസാരവും കുർബാനയും കൂദാശകളെല്ലാം നമുക്ക് തന്നിരിക്കുന്നത്. പൂർണ്ണ കുമ്പസാരം നടത്തുമ്പോൾ വീണ്ടും വീണ്ടും ആത്മാവിൽ നാം ജനിക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം വിശുദ്ധ പത്രോസിൽ കൂടി സഭ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ കേട്ടു, പിശാച് ദൈവത്തിൻ്റെ സകല നേർവഴികളും ദുഷിപ്പിക്കും. പിശാചിനെ ചെയ്യണമെങ്കിൽ കൃപ വേണം. നമുക്ക് ഈ വിശുദ്ധി എന്താണെന്ന് അറിയണമെങ്കിൽ, അശുദ്ധി എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ കർത്താവിൻ്റെ കൃപ നമ്മളിൽ വേണം. അതാണ് സാത്താനെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ കൃപയുണ്ടെങ്കിൽ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കും. അല്ലെങ്കിൽ പിശാചില്ല എന്ന് സകലരും വിളിച്ചു പറയും. പിശാചില്ല എന്ന് വിളിച്ചു പറയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും പിശാചിനെ എല്ലാവർക്കും ഭയമാണ് എന്ന്. അപ്പോൾ നമ്മളും പറയും സാത്താനില്ല, ഇതൊക്കെ നമ്മുടെ തോന്നലുകളാണ്. ഇതൊക്കെ നമ്മൾ വിളിച്ചു പറയുന്നതിൻ്റെ കാരണം എന്താണ്? പലർക്കും സാത്താനെ ഭയമാണ്. പക്ഷേ സാത്താൻ, ഈശോയുടെ ആത്മാവ് നമ്മിൽ വന്നു കഴിയുമ്പോൾ അവൻ ഭയന്ന് വിറയ്ക്കുന്നുണ്ട്. ഈശോയെ കാണുമ്പോഴേ സാത്താൻ ഭയന്ന് വിറയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1-20 വരെയുള്ള തിരുവചനത്തിലും മർക്കോസ് 1:21-28 വരെയുള്ള വചനത്തിലും എല്ലാം ദൈവത്തെ കാണുമ്പോൾ അവൻ അലറിക്കൊണ്ട് ചോദിക്കുകയാണ്, ദൈവമേ, അങ്ങൻ്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? അപ്പോൾ ഈശോ വന്നതിൻ്റെ ലക്ഷ്യം, ഈശോ ഭൂമിയിൽ അവതരിച്ചതിൻ്റെ ലക്ഷ്യം ഈ സാത്താൻ്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. യാക്കോബ് 2:19 നമ്മളൊരു വചനം വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ നാമം അറിയുമ്പോൾ അവൻ ഭയന്ന് വിറയ്ക്കുകയാണ്. കർത്താവിനെ അവന് ഭയമാണ്. മനുഷ്യരായ നമുക്ക് ദൈവത്തെ ഭയപ്പെടാതെ നമ്മൾ സാത്താനെ പലപ്പോഴും ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെന്താണ്, ഈശോയുടെ സ്നേഹത്തിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ഈ ഭയത്തിന് ഇടമില്ലാതെ വരിക. നമ്മളെ ഭയത്തിലൂടെ പലപ്പോഴും വന്ന് തിന്മയുടെ ശക്തി കീഴ്പ്പെടും. നമ്മളെപ്പോഴും ഓർക്കുക, നമ്മുടെ ദൈവം സർവശക്തനാണ്. സർവ സൃഷ്ടിയുടെ മേലുള്ള ആധിപത്യം കർത്താവിനുണ്ട്. സാത്താനും അവൻ്റെ പ്രവർത്തനങ്ങളെയും കീഴ്പ്പെടുത്തുവാനുള്ള ശക്തി സർവശക്തനായ ദൈവത്തിനുണ്ട്. അതിനാണ് നമ്മളെപ്പോഴും പറയുക, കർത്താവിൻ്റെ വചനത്തിനോടും കൂദാശകളോടും ചേർന്ന് നിൽക്കുക. പാപത്തെയും പാപ സാഹചര്യത്തെയും നമ്മൾ വെറുത്തുപേക്ഷിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് സാത്താനെ ഭയം ഉണ്ടാകില്ല. കാരണം ദൈവത്തിൻ്റെ നാമത്തിലാണ് നമ്മൾ ആശ്രയിക്കുക. ഈ ദൈവസ്നേഹം വന്നു കഴിയുമ്പോഴാണ് ഭയത്തിനവിടെ സ്ഥാനമില്ലാതാകുന്നു. ദൈവസ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. നമ്മൾ ഈ സാത്താനെ അല്ലെങ്കിൽ തിന്മയെ, മനുഷ്യരെയൊക്കെ ഭയപ്പെടുന്നതിന് കാരണം എന്താണ്? ദൈവസ്നേഹം നമ്മിൽ പൂർണ്ണമാകാഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ വരുവാനും വളരുവാനുമാണ് നമ്മൾ ആ വിശുദ്ധ ഗ്രന്ഥം, പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ കൂടുതൽ കൂടുതൽ ആവർത്തിച്ച് വായിക്കുമ്പോൾ ഈശോയുടെ സ്നേഹം കൊണ്ട് നമ്മൾ നിറയും. യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടെ മുഴുവൻ ദൈവസ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്, ദൈവസ്നേഹവും പരസ്നേഹവും. അപ്പോൾ ആ ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ കൂടുതൽ വരുമ്പോൾ സാത്താനെ നമുക്ക് തോൽപ്പിക്കുവാൻ സാധിക്കും. ഇതിൽ പറയുകയാണ്, അവൻ ഇല്ല എന്ന് പറയുന്നത് വളരെ കപടതയാണ്. നമ്മളിലുള്ള കപടത കൊണ്ടാണ് സാത്താൻ ഇല്ല എന്ന് നമ്മൾ വിളിച്ചു പറയുന്നത്. യേശുവിനെ പറയാതിരിക്കുവാനുള്ള അവരുടെ ഒരു വഴിയാണ് സാത്താൻ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. വചനം ആർക്കും വളച്ചൊടിക്കാൻ സാധിക്കുകയില്ല. 2 പത്രോസ് 1:20-21 വചനം വളച്ചൊടിച്ച് പറയുന്നത് കൊണ്ടാണ് പാപബോധവും പശ്ചാത്താപവും നമ്മിൽ വരാത്തത്. ഈശോയെ അതേപടി നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ ഓരോ വചനങ്ങളും നമ്മൾ അനുസരിക്കുമ്പോൾ, ഓരോ വചനത്തോടും വിശ്വസ്തത പുലർത്തുമ്പോൾ നമ്മളിൽ മാനസാന്തരം സംഭവിക്കും. അപ്പോൾ വചനം നമ്മുടേതായ രീതിയിൽ നമ്മൾ മാറ്റി പറയുമ്പോൾ അവിടെ മാനസാന്തരം സംഭവിക്കുന്നില്ല. നമ്മളുണ്ടാകുന്ന മാനസാന്തരമാണ്
മറ്റൊരു വ്യക്തിയിലും മാനസാന്തരം സംഭവിക്കുന്നതെന്ന് കാണും. അപ്പോൾ എപ്പോഴും ഓർക്കുക, ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ രഹസ്യം മുഴുവൻ മാനസാന്തരവുമായി പശ്ചാത്താപവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിനുശേഷം ഇതിൽ പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 37-42 വരെയുള്ള വചനത്തിൽ നമ്മൾ കാണുന്നു, അപ്പോസ്തലന്മാർ ക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിച്ചപ്പോൾ, പറഞ്ഞു കൊടുത്തപ്പോൾ അവർ ഒന്ന് ചേർന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ വിശുദ്ധ പത്രോസ് പറയുന്നുണ്ട്, നിങ്ങൾ പശ്ചാത്താപിക്കുവിൻ, പാപമോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങൾ നിറയപ്പെടും. അപ്പോൾ ഈ വചനം, ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആ വചനം ശ്രവിച്ചപ്പോൾ അവർക്കെല്ലാം പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നുണ്ട്, മാനസാന്തരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ വചനത്തെ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം വളച്ചൊടിക്കുമ്പോൾ അവിടെ മാനസാന്തരം സംഭവിക്കുന്നില്ല. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനോ നമ്മുടേതായ താല്പര്യത്തിനോ അല്ല നമ്മൾ വിശുദ്ധ ഗ്രന്ഥം എടുക്കേണ്ടത്. ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമ്പോഴാണ് നമ്മളിൽ വിശുദ്ധി വരുന്നത്, മാനസാന്തരം സംഭവിക്കുന്നത്. കർത്താവിന് ആവശ്യം നമ്മുടെ പൂർണ്ണ ഹൃദയമാണ്. ജോയൽ 2:13-14 തിരുവചനം. പൂർണ്ണ ഹൃദയത്തോടെ ഈശോയെ, കർത്താവിനെ നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് അവിടുത്തെ കണ്ടെത്താൻ സാധിക്കുക. 2 കൽപ്പനകൾ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 37-40 വരെയുള്ള വചനത്തിൽ ഈശോ 10 കൽപ്പനകളെ 2ആയിട്ട് സംഗ്രഹിച്ച് പറയുന്നുണ്ട്. അതിൽ ഈശോ പറയുകയാണ്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടി നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം എന്നാ പറയുക. അപ്പോഴാണ് നമ്മളിൽ മാനസാന്തരം സംഭവിക്കുക. നമ്മളൊരിക്കലും പൂർണ്ണത ദൈവത്തിന് കൊടുക്കുന്നില്ല. നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ, നമ്മളൊരു കുറച്ച് സമയം, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എത്രയൊക്കെയോ വസ്തുക്കളുണ്ട്, പാപത്തിൻ്റെ എന്തേരം സാഹചര്യങ്ങളുണ്ട്, എത്ര വസ്തുക്കൾ നമ്മുടെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്, വ്യക്തികളുണ്ട്, ധനമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പ്രശസ്തിയുണ്ട്, പേരുണ്ട്, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ ഈശോയ്ക്ക് അവിടെ നമ്മൾ പൂർണ്ണ ഹൃദയം കൊടുക്കുന്നില്ല. ഈ പൂർണ്ണ ഹൃദയം കൊടുക്കുമ്പോഴാണ് അവിടെ ഉഴുതും മറിച്ചൊരു ഹൃദയമാക്കി മാറ്റുക. അവിടെ വന്ന് ദൈവത്തിന് വന്ന് വസിക്കാൻ സാധിക്കുക. പൂർണ്ണ ഹൃദയം കർത്താവിന് കൊടുക്കണം, സംശയിച്ച് നിൽക്കരുത്. ചിലർ പറയും, നമുക്ക് വിശ്വാസം വേണ്ട, പ്രവൃത്തി മതിയെന്ന്. അത് കപടതയാണ്. റോമ 11:1-10 വരെ. പ്രവർത്തിച്ച് നടക്കുന്നവരുടെ ആത്മാവ് നിദ്രാരസമായ ആത്മാവായിരിക്കും. ആദ്യം നമുക്ക് വിശ്വാസമാണ് വരേണ്ടത്. വിശ്വാസം വരുമ്പോഴാണ് ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുന്നത്. ഇപ്പോൾ ഇതിൽ പ്രവൃത്തിയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും പറയുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിഷ്ഫലമാണ്. അപ്പോൾ നമ്മൾ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു വരുമ്പോൾ ആ യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന് നമ്മൾ വിശ്വസിച്ച് ഈശോയെ നമ്മൾ പരിപൂർണമായിട്ട് സ്വീകരിച്ച് നമ്മുടെ ഹൃദയം ദൈവത്തിന് സ്വന്തമാക്കി കഴിയുമ്പോൾ നമ്മളുടെ പ്രവൃത്തികളിലും തീർച്ചയായിട്ടും കർത്താവിൻ്റെ ആ ചൈതന്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം അലതല്ലും. അതിലൂടെ മാനസാന്തരങ്ങൾ സംഭവിക്കും. ആ ഒരു പ്രവൃത്തി നമ്മളിൽ വരുമ്പോഴാണ് കർത്താവിൻ്റെ കൃപയിൽ നമ്മളാകുക. നമ്മളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമ്മൾ കുറവുകൾ സംഭവിക്കുമ്പോൾ ആ ഈശോയുമായിട്ടുള്ള ബന്ധം നമ്മളെ വിട്ടു പോകുന്നുണ്ട്. അതാണ് ഈശോ പറയുന്നുണ്ട്, ആദ്യം തന്നോട് കൂടെ ആയിരിക്കുക. തന്നോട് കൂടെ ആയിരിക്കുമ്പോഴാണ് നമുക്ക് വിശ്വാസം വർദ്ധിക്കുക. യോഹന്നാൻ 1:12-13 വചനത്തിൽ നമ്മൾ വായിക്കുന്നു, തന്നെ സ്നേഹിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകുക. അപ്പോൾ റോമ 11:1-10 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ ഏലിയ പ്രവാചകൻ്റെ ഒരു വചനം ശ്രവിക്കുന്നുണ്ട്. ജെസബൽ എന്ന സ്ത്രീ ഏലിയായെ കൊല്ലാൻ ചെല്ലുമ്പോൾ ഏലിയ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ജീവനെയും എടുക്കണമേ എന്ന് പറയുന്നു. റോമ 11:4 തിരുവചനത്തിൽ പറയാണ്, എന്നാൽ ദൈവം മറുപടി പറഞ്ഞത് എന്താണെന്നോ, ബാലിൻ്റെ മുൻപിൽ മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്ക് വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്രകാരം തന്നെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗവും ഇക്കാലത്തുമുണ്ട്. അത് കൃപയാലാണെങ്കിൽ പ്രവൃത്തികളിൽ അധിഷ്ഠിതമല്ല. കൃപയാലല്ലെങ്കിൽ കൃപ ഒരിക്കലും കൃപയായിരിക്കില്ല. അതുകൊണ്ടെന്ത്? ഇസ്രായേൽ അന്വേഷിച്ചത് അവർക്ക് ലഭിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അത് ലഭിച്ചു. പ്രകാരം കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഇക്കാലത്തുമുണ്ട്.
അത് കൃപയാലാണെങ്കിൽ പ്രവൃത്തികളിൽ അധിഷ്ഠിതമല്ല, കൃപയാലല്ലെങ്കിൽ കൃപ ഒരിക്കലും കൃപയായിരിക്കില്ല. ഇത് ഒരു ആത്മീയ രഹസ്യമാണ്. ദൈവം തനിക്ക് വേണ്ടി ഒരു ജനത്തെ വാർത്തെടുക്കുന്നതിൽ എപ്പോഴും വ്യാപൃതനാണ് എന്ന് നമ്മൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ദൈവമേ, അങ്ങേക്ക് വേണ്ടി ഒരു ജനത്തെ ഒരുക്കുന്നതിൽ അങ്ങ് എപ്പോഴും വ്യാപൃതനാണ്. അതാണ് കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം എപ്പോഴും ഉണ്ട്. അവരെ ലോകം തിരിച്ചറിയയില്ല. അതിലൂടെ അവർ ഒരിക്കലും ബാലിൻ്റെ മുൻപിൽ മുട്ടുമടക്കാത്ത 7000 പേരെ തനിക്ക് വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം വിശ്വാസം വഴി അവരെ കരുത്താർജിച്ചവരാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുവാണെങ്കിൽ പൂർവികരുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതിൽ അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. എബ്രായർ 11-ാം അധ്യായം നമ്മൾ ഹൃദയപൂർവ്വം ഒന്ന് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ വിശ്വാസത്തിൻ്റെ ശക്തി. വിശ്വാസം മൂലം അവരെന്തെല്ലാം കാര്യങ്ങൾ പിടിച്ചടക്കിയെന്ന്. അതുപോലെ നമ്മൾ അബ്രഹത്തെ കാണുന്നുണ്ട്. റോമ 4:2 പറയാണ്, അബ്രഹാം പ്രവൃത്തികളാലാണ് നീതീകരിക്കപ്പെടുന്നു എന്ന് കരുതുന്നുവെങ്കിൽ അവന് അഭിമാനത്തിന് വകയുണ്ട്, ദൈവസന്നിധിയിൽ അല്ല എന്ന് മാത്രം. കണ്ടോ, അബ്രഹാം പ്രവൃത്തികളാലല്ല നീതീകരിക്കപ്പെട്ടത്, വിശ്വാസം വഴിയാണ് അബ്രഹാം ശക്തി പ്രാപിച്ചത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ആ കൃപയിൽ നമ്മൾ വരുവാനും അതിലൂടെ നമ്മൾ ഈ ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും ആവശ്യമുള്ള ഒരു വരമാണ് വിശ്വാസവരം. ഈ വിശ്വാസവരം ശക്തിപ്പെട്ട് വരുമ്പോഴാണ് വിവേചനാവരം നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധ പത്രോസ്ലീഹായ്ക്ക് ദൈവം കൊടുത്ത വരമായിരുന്നു വിശ്വാസത്തിൻ്റെ വരം. അപ്പോൾ അബ്രഹാം, ഇസഹാക്കും യാക്കോബും എല്ലാം വിശ്വാസത്തിൽ കൂടിയാണ് വന്നത്. വചനം കേൾക്കുമ്പോഴാണ് യേശുവിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം കേട്ട് വരുമ്പോഴാണ് ആ വിശ്വാസം നമ്മളെ വർദ്ധിക്കുക. നമ്മൾ കെട്ടുകഥകൾ പറയുമ്പോൾ, നമ്മൾ കഥകളും എല്ലാം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടാകുകയില്ല. അതേസമയം നമ്മൾ വചനത്തിലൂടെ വന്നു കഴിയുമ്പോൾ നമ്മളുടെ വിശ്വാസം വർദ്ധിക്കുന്നു. എല്ലാ വിശുദ്ധരും വിശുദ്ധ ഗ്രന്ഥം വചനം കേട്ടാണ് വിശ്വാസത്തിലേക്ക് വന്നത്. ഏറ്റവും കൂടുതൽ വചനം ഉണ്ടായിരുന്ന വിശുദ്ധ അന്തോനീസിലായിരുന്നു. കൂടുതൽ വചനം വരുമ്പോൾ നിങ്ങളും ആത്മീയ ശക്തരായി മാറും. വിശുദ്ധ അന്തോനീസിനെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതിൻ്റെ കാര്യസ്ഥം ആയിട്ടെടുത്തത് വിശുദ്ധ വചനമായിരുന്നു. അദ്ദേഹം പഠിപ്പിച്ചു, വിശുദ്ധ വചനത്തിൽ കൂടെ മാത്രമേ ആത്മാക്കൾക്ക് രക്ഷ നൽകുവാൻ സാധിക്കൂ. അദ്ദേഹം പ്രകൃതിയോട് മുഴുവൻ വചനം പ്രസംഗിച്ചിരുന്നു. കടലിൻ്റെ തീരത്തിയെന്ന് മത്സ്യങ്ങളോട് വചനം പ്രസംഗിച്ചിരുന്നു. വൃക്ഷങ്ങളോടും അതുപോലെ സസ്യലതാദികളോടും എല്ലാം, മൃഗങ്ങളോടും എല്ലാം അദ്ദേഹം വചനം പ്രസംഗിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ആ വചനത്തിൻ്റെ ശക്തിയാൽ അദ്ദേഹത്തിൻ്റെ ആത്മീയ ശക്തി വർദ്ധിച്ചു. ഈ വചനം അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ആ വചനം അദ്ദേഹം അനുസരിച്ചിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. വചനം വരുമ്പോൾ നിങ്ങൾ ആത്മീയ ശക്തരായി മാറും. 2 തിമോത്തി 1:7 വചനം വരുമ്പോൾ ആത്മാവിന് ശക്തി വരും. ഭീരുത്വം വരുന്നത് ആത്മാവിന് ശക്തിയില്ലാത്തത് കൊണ്ടാണ്. ഈശോ ഇല്ലെങ്കിൽ ജീവനില്ലാത്ത അവസ്ഥയായിരിക്കും. നമുക്ക് ആത്മീയ ശക്തി, സഹനശക്തി ഒക്കെ നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്? നമ്മൾ ഈശോയുടെ വചനത്തിൽ വന്ന് സഹിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ കയറി വരുമ്പോൾ നമ്മൾ ശക്തരായി മാറുകയാണ്, ആത്മീയ ശക്തരായി മാറുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഭീരുത്വമായിരിക്കും. നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞാൽ ഭയം, എന്ത് സംഭവിക്കും എന്നുള്ള ഭയം, അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ നമ്മൾ ദുഃഖിതരാകും, വേദനയ്ക്കും നിരാശയ്ക്കും ഒക്കെ അടിമയാകും. പക്ഷേ ഈശോ നമ്മിൽ വരുമ്പോൾ നമ്മൾ ജീവനുള്ളവനായി തീരുകയാണ്. 1 യോഹന്നാൻ 5:12 പറയുന്നുണ്ട്. പാപത്തിൽ നിന്നും വിട്ടു പോന്നതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കണം. ഇത് മുമ്പ് നമ്മൾ കേട്ടു. നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തുന്നത് പാപത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോരുമ്പോഴാണ്, പാപത്തെ നമ്മൾ വെറുത്തുപേക്ഷിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിലെത്തുന്നത്. നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. കറയും കളങ്കവും ഇല്ലാതാക്കി ദൈവം നമ്മെ തീർക്കും. ഭോഗാസക്തി കൂടി ദൈവം എടുത്തു മാറ്റും. എസെക്കിയേൽ 24:9-14 വരെ വചനം കൊണ്ടാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. യോഹന്നാൻ 3:3 3:5 എല്ലാം പറയുന്നുണ്ട്. ഈ വചനം കേട്ട് വരുമ്പോഴാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് പാപത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുക.
നമ്മുടെ ശരീരത്തിൻ്റെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശകളെല്ലാം വിട്ടുപോകുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ്. വചനം കൊണ്ടാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. അതിനുവേണ്ടിയാണ് കുമ്പസാരവും കുർബാനയും കൂദാശകളെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ഇന്ന് കിട്ടിയ വചനങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ആത്മീയ രാജ്യത്തിലേക്ക് കൂടുതൽ നമുക്ക് പ്രവേശിക്കുവാനും കർത്താവിൻ്റെ പദ്ധതികളോട് ചേർന്നിരിക്കാനും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനം അനുസരിക്കുവാനായിട്ട് പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. വിശുദ്ധരുടെ എല്ലാം മധ്യസ്ഥം, വിശുദ്ധ അന്തോനീസിൻ്റെയും വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെയും ഒക്കെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. അവർ ഈ ഭൂമിയിൽ ജീവിച്ച് അവർ വചനങ്ങൾ അനുസരിച്ച് കർത്താവിന് വേണ്ടി കത്തി ജ്വലിച്ചവരാണ്. ആ ഒരു തീഷ്ണത നമ്മുടെ ഹൃദയത്തിലും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിശംസയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേസിൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.